രാവിലെ എഴുന്നേറ്റ് കണ്ണും തിരുമ്മി ക്യാമറയുടെ മുന്നിലേക്ക്. പണിക്ക് പോവുക. കുളിച്ചില്ല, ആഗ്രഹവും ഇല്ലാതെ റെഡിയായി, പെർഫ്യൂമും അടിച്ച്. ലാസ്റ്റ് ഡേ അല്ലേ, സുന്ദരിയായി. കഴിക്കാനൊന്നുമില്ലാത്തതുകൊണ്ട് യോഗ ഇട്ടിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഇട്ടിളക്കി എന്തൊക്കെയോ കാണിച്ച് ഞാൻ അതങ്ങ് തിന്നു. സ്റ്റൈലോടെ ഫുഡ് തിന്നൽ വളരെ പാടാണ്. വെളിയിലേക്ക് ഡോറ് തുറന്നിറങ്ങിയപ്പം ഇതാണ് അവസ്ഥ. ഒരു താല്പര്യമില്ലാണ്ട് മനസ്സിൽ ആരാണ്ടൊക്കെയോ പ്രാഗി പണിക്ക് പോവാണ്. എൻ്റെ മുഖത്തത് കാണാം. അവിടെ ചെന്ന് പഞ്ചും ചെയ്ത് അകത്തോട്ട് കയറി. ഇന്നെന്താണെന്നറിയില്ല, എന്തെന്നില്ലാത്തൊരു സന്തോഷം. ഇനി 1.5 മാസത്തേക്ക് പണിയെടുക്കണ്ടല്ലോ, അതാണത്. കറക്റ്റ് സമയത്ത് ലിഫ്റ്റും വർക്ക് ചെയ്തില്ല. ലാസ്റ്റ് സ്റ്റെയർ കയറി. ഞാൻ കയറാറില്ലായിരുന്നു, പക്ഷെ ഇന്ന് ഞാൻ കയറി. അങ്ങനെ പണി അവസാനിപ്പിച്ച് വീട്ടിലേക്ക്. വീട്ടിൽ വന്ന് കുളിച്ച് സെറ്റായി റെഡിയായി എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോകുന്നതാണ് ഈ കാണുന്നത്. എല്ലാം കഴിഞ്ഞ് വെളിയിലിറങ്ങിയപ്പോൾ അതാ കിടക്കുന്നു. ഇങ്ങനെയായിരുന്നല്ലോ ഞങ്ങളകത്ത് കയറിയപ്പോൾ എന്നാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ ഇതിലേ നടന്നു കുറച്ച് ഫോട്ടോ എടുത്തു. ഇനി അടുത്ത പരിപാടി. ഒന്നര മാസം കഴിഞ്ഞല്ലേ ഇനി കാണുള്ളൂ എന്നുള്ളൊരു സങ്കടത്തിൽ ഞങ്ങൾ രണ്ടുപേരും ബൈ ബൈ പറഞ്ഞു. അടുത്തതാ കൊറിയൻ ഡേറ്റ്. എന്ന ഡേറ്റ് ഇവിടെ റെഡിയാണ്. എന്തൊക്കെയോ ഓർഡർ ചെയ്ത് ടേബിളെ വെച്ചു. ഇതൊന്നും ഞങ്ങൾ തിന്നു തീർത്തില്ല, വെറുതെ. എല്ലാം അത് അടുത്ത ഷോ. അത് കഴിഞ്ഞ് ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോയി. പിറ്റേ ദിവസം ഉറങ്ങാതെ ഇരുന്ന ഞാൻ റെഡിയായി. അതാ ഫ്ലൈറ്റിന് പോകാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ നേരത്തെ എയർപോർട്ടിലെത്തി. ആദ്യത്തെ ഫ്ലൈറ്റിനേക്കാൾ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു രണ്ടാമത്തെ ഫ്ലൈറ്റിൽ കയറാൻ. പെട്ടെന്ന് ഇനി എത്തുമല്ലോ നാട്ടിൽ. എന്തോ ആക്രാന്തം പിടിച്ച പിള്ളേരെ പോലെയായിരുന്നു. ഫൈനലി കൊച്ചി എത്തി.